ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രണ്ട്സ് വിത്ത് വൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കുറേ പേര് പുറത്തു നിന്നാണ് ക്ലേ ഒക്കെ വാങ്ങിക്കുക. പക്ഷെ നമുക്ക് വീട്ടിലാണ് സിമ്പിളായിട്ട് ക്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ ക്ലേ ഉണ്ടാക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് ക്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരത്തെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബൗളിലോട്ട് ചേർക്കാൻ പോകുന്നത് മൈദയാണ്. മൈദ ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ള അത്ര മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എത്രയാണോ അത്ര മൈദ എടുക്കാം. ഞാനിപ്പോൾ മൈദ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇടേണ്ടത് നമുക്ക് ഉപ്പാണ് കേട്ടോ. ഞാനിവിടെ ഉപ്പ് എടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് പിഞ്ച് അതിന് മതി കേട്ടോ. ഇനി അടുത്തത് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഓയിലാണ്. ഓയിൽ ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഈ ഓയിലിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ശരിയായി കിട്ടില്ല. ഇനി ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കാണാം. ഞാനിത് രണ്ടാമതും വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാം. അത് ആദ്യത്തെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ നല്ലോണം വെള്ളത്തിൽ ഇങ്ങനെ പിടിച്ച് കിട്ടണം. ഒരു മാവ് പോലെ ആവണം. കുറച്ച് വെള്ളം ചേർത്ത് അങ്ങനെ മാവ് പോലെ ആക്കി കൊടുക്കണം. ചിലവർ ഇതിൽ ഒറ്റയടിക്ക് തന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കും. പക്ഷെ നമ്മൾ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ടൊരു മാവിൻ്റെ പരുവത്തിൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരണം. ഇനി ഞാനിതൊരു മാവ് പരുവാക്കിയിട്ട് കാണാം. അപ്പം ഞാനിതിപ്പോൾ ബൗളിലിട്ട് നല്ല ഒരു മാവ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാവുന്നതാണ്, നമ്മൾ നോക്കാൻ. നമ്മുടെ കൈമേലൊക്കെ ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ബൗളിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല, കയ്യിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം കൂടുതലായി കഴിഞ്ഞ് ഇത് മാവ് പോലെ ആവാണ്ട് വേറെ എന്തെങ്കിലും ആയി മാറും. അപ്പോൾ ഇത് മാവ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ മുമ്പ് ഇതേപോലൊരു ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ഒരു ക്ലേ ഞാൻ ഗ്രീൻ കളറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ ക്ലേ കേട്ടോ. എനിക്ക് ഈ ക്ലേ നല്ല ഇഷ്ടമാണ്. ഞാൻ ഇതേപോലെ തന്നെയാണ് ആ ഒരു ക്ലേ ഉണ്ടാക്കിയത്. ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഇതിപ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതേപോലെ കൈമലിട്ട് ഇങ്ങനെ മാവ് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം. ക്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ക്ലേ ആണ്. ഇനി ഇത് ഞാൻ നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം സോഫ്റ്റ് ആക്കി എടുക്കട്ടെ. ഇതെങ്ങനെയാണ് സോഫ്റ്റ് ആക്കി എടുക്കാമെന്ന് പലവർക്കും ഇപ്പോൾ ഒരു ഇതുണ്ടാവും, എങ്ങനെയാണ് സോഫ്റ്റ് ആക്കി എടുക്കാമെന്ന്. അപ്പോൾ ഇതെങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കാമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്തതിന് ശേഷം എന്നിട്ട് ഈ ഒരറ്റത്തേക്ക് വരുത്താം. ഇങ്ങനെ ഒരുക്കിയിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ കിട്ടും നമുക്ക്. എല്ലാ അറ്റവും ഇങ്ങനെ കൊണ്ട് വരുത്തുക. ഞാനും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഇതേപോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് പാത്രത്തിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കയ്യിലിട്ടിട്ട് തന്നെ.
അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ക്ലേ കിട്ടും. അഥവാ ഇത് ശരിയാവാണ്ട് നിങ്ങൾക്ക് കയ്യുമ്മലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യുമ്മ കുറച്ച് വെളിച്ചെണ്ണ ആണ് വരട്ടേണ്ടത്. ചിലവർ ചിലപ്പോൾ വെള്ളം പരട്ടി കഴിഞ്ഞാൽ ഇത് മറ്റേ മാവ് പോലെ ആവില്ല, വെള്ളം പോലെ ആയി കിട്ടും. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യാം, കുറച്ച് വെളിച്ചെണ്ണ വരട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റായി കിട്ടും. പിന്നെ കയ്യുമ്മൊന്നും ഒട്ടിപ്പിടിക്കില്ല, അങ്ങനെയൊക്കെ ആയി കിട്ടും. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം കേട്ടോ. കയ്യിലിട്ടാക്കിയാൽ തന്നെ നല്ലോണം സോഫ്റ്റാവും. പിന്നെ കുറച്ച് എണ്ണയൊക്കെ പരട്ടി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് കളർ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കളർ വേണ്ട, ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ കളറ് ചെയ്താലും നല്ല രസമുണ്ടാവും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കിത് വേറെ ആക്കണം. ഞാനിപ്പോൾ ഇത് രണ്ടാക്കുന്നൊന്നുമില്ല, ഒരെണ്ണത്തിലല്ലേ നമ്മൾ ബ്ലൂ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ രണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഇടയിലൊക്കെ കളർ പരട്ടി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. ഇതിപ്പോൾ കയ്യിലിട്ട് തന്നെ ആക്കുമ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് മാറി. ഓക്കെ, ഇനി നമ്മളിത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് കുറച്ചിങ്ങനെ സ്പേസ് ഉണ്ടാക്കാം. ഇതേപോലെ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം. ശേഷം നമ്മൾ ഇങ്ങനെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ക്യാമലിൻ്റെ കളറാണ്, ആക്രിലിക് കളറാണ്. ഇതേപോലെ ഞാൻ ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിങ്ങനെ പരട്ടും. ഇനി നല്ലോണം കൈയും കൊണ്ടാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. കൈയും കൊണ്ടാക്കിയാൽ മതിയാവും. ബ്രഷ് ചെയ്ത് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലാണ്ട് അതുകൊണ്ട് പിടിക്കാൻ സാധ്യതയില്ല. ഇനി ഇത് ഇതേപോലെ എല്ലായിടത്തും കളർ ഇതേപോലെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ച് ഇടയിൽ ഇങ്ങനെ പരട്ടി കൊടുത്താൽ മതി, അപ്പം തന്നെ ശരിയായി കിട്ടും. അപ്പം നമ്മുടെ ക്ലേ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ കളർ എഴുതുന്നത്. ഞാൻ കുറേ അധികം ബ്ലൂ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിങ്ങനെ ഇതായിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ക്ലേ വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് ഇതേപോലെ പല കളർ ക്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഭയങ്കര സോഫ്റ്റായിട്ടുണ്ടായിരുന്നു. ഞാൻ മറ്റേ ക്ലേ കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ, പക്ഷെ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. അപ്പോൾ ഈ ക്ലേ ഒക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിട്ട് വരും കേട്ടോ. പിന്നെ കൂടുതൽ വെള്ളം ഒഴിക്കാണ്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.